ഡോക്ടർ തരൂരിൻ്റെ പേര് വെട്ടി. വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ പര്യടന സംഘത്തിൽ നിന്ന് ഡോക്ടർ ശശി തരൂരിനെ കോൺഗ്രസ് തഴഞ്ഞുവെന്ന ഡൽഹി വാർത്ത. കോൺഗ്രസ് നൽകിയ 4 പേരുടെ പട്ടികയിൽ ഡോക്ടർ ശശി തരൂരിൻ്റെ പേരില്ല. എന്നാൽ കോൺഗ്രസ് നൽകിയ പട്ടിക വെട്ടി ശശി തരൂരിനെ കേന്ദ്രം ഉൾപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് വെട്ടിയെങ്കിലും അവർ പൂട്ടി എന്നുള്ളതാണ് ഇപ്പോൾ വിവരം. കോൺഗ്രസ് പറഞ്ഞാലും കേന്ദ്രം കേൾക്കില്ല. മാത്രമല്ല, ഡോക്ടർ തരൂരിനെ ഉൾപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചിട്ടുള്ളതിൽ കൃത്യമായൊരു സന്ദേശമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. ഡോക്ടർ ശശി തരൂരിൻ്റെ പേര് വെട്ടാൻ തക്ക മഹാമനസ്കതയും സഹിഷ്ണുതയും ചങ്കുറപ്പുമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ കുറച്ചുപേർ ഹൈക്കമാൻഡിൽ ഇരിക്കുന്നു എന്നുള്ളത് ആ പാർട്ടിയുടെ മഹാഭാഗ്യം. ഇന്ന് രാവിലെയാണ് കേന്ദ്ര സർക്കാർ 7 സംഘങ്ങളുടെ തലവന്മാരുടെ പേര് വിവരങ്ങൾ ഇന്ന് പുറത്തുവിട്ടത്. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദത്തെ ആഗോളതലത്തിൽ തുറന്നു കാണിക്കാൻ വേണ്ടി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സംഘങ്ങളാണ് 7 സംഘങ്ങൾ. അതിൽ ആദ്യത്തെ പേര് തന്നെ ശശി തരൂരിൻ്റെതായിരുന്നു. അതായത് ആദ്യത്തെ സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ്. എന്നാൽ അല്പസമയം മുമ്പ് കോൺഗ്രസിൻ്റെ തന്നെ ഔദ്യോഗികമായി തന്നെ ജയറാം രമേശ് ഇപ്പോൾ കോൺഗ്രസ് ഈ കാര്യത്തിൽ എടുത്ത നടപടികൾ എന്താണ് എന്ന കാര്യത്തിൽ ഒരു തുറന്നു പറച്ചിൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇന്നലെ രാവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു, കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ എന്നിവരോട് 4 പേരുകൾ നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ നൽകിയ 4 പേരുകൾ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് 4 പേരുകൾ അദ്ദേഹം പറയുന്നു. ആനന്ദ് ശർമ്മ, മുൻ കേന്ദ്രമന്ത്രി; ഗൗരവ് ഗൊഗോയ്, ഡെപ്യൂട്ടി ലീഡർ, ലോക്സഭയിലെ ഡെപ്യൂട്ടി ലീഡർ; സയ്യിദ് നസീർ ഹുസൈൻ, രാജ്യസഭയിലെ MP; രാജ അബ്രാർ, ലോക്സഭ MP എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് നൽകിയത്. അതായത് കോൺഗ്രസ് നൽകിയ 4 പേരുകളിൽ ശശി തരൂരിന്റെ പേരില്ല എന്ന് ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് ഇപ്പോൾ അറിയിക്കുകയാണ്. ഈ കേന്ദ്രം MP മാരുടെ സംഘത്തെ അയക്കുന്നു എന്ന് വാർത്ത വന്നതിന് പിന്നാലെ തന്നെ ഏറ്റവും സജീവമായി കേട്ട പേര് ശശി തരൂരിൻ്റെതാണ്. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ചുള്ള പരിചയം, ഐക്യരാഷ്ട്ര സഭയിലടക്കം അദ്ദേഹത്തിന് പരിചയ സമ്പന്നത അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചിരുന്നു. കോൺഗ്രസ് പേര് നൽകിയപ്പോൾ തരൂരിൻ്റെ പേരില്ല. ശ്രീനാഥ് ചന്ദ്രൻ